ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ടൊക്കെ കൊടുക്കാനായിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ സോസേജ് ഉണ്ടാക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ടൊന്ന് കൊണ്ടുവരാം. നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചിക്കൻ പീസ് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതേപോലെ 8 മുതൽ 10 വരെ വെളുത്തുള്ളി അല്ലി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ സോസേജിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലിംഗ് ഫിലിം എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വീതം മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്ലിംഗ് ഫിലിം ഒന്ന് മടക്കിയതിന് ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ മടക്കി കഴിഞ്ഞിട്ടും കൈ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. എന്നിട്ട് പതിയെ പതിയെ നമുക്കൊന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചിക്കൻ സോസേജ് ഉണ്ടാക്കുന്ന വീഡിയോസിൽ ഞാൻ മിക്ക വീഡിയോസിലും കണ്ടിരിക്കുന്നത് അലുമിനിയം ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്തിട്ട് ആ ഒരു അലുമിനിയം ഫോയിലോട് കൂടി തന്നെ ഈ ഒരു ചിക്കൻ സോസേജ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കണ്ടിരിക്കുന്നത്. അത് ഒട്ടും തന്നെ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വേർഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇത് നന്നായിട്ട് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് 2 വശവും നന്നായിട്ടൊന്ന് പിരിച്ച് ഇതുപോലെ മിഠായി പോലെ ഒന്ന് പിരിച്ചൊന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് കൊടുക്കണം കേട്ടോ. ഈ ഒരു അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7 സോസേജ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സോസേജസ് 8 മണിക്കൂറെങ്കിലും മിനിമം നമുക്കൊന്ന് ഫ്രീസ് ചെയ്തിട്ടൊന്ന് എടുക്കണം. അപ്പോൾ നല്ല ഹാർഡായിട്ട് നമുക്ക് സോസേജസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്ലിംഗ് ഫിലിം ഒന്ന് അഴിച്ചെടുക്കണം. ഇതുപോലെ എല്ലാ സോസേജിൻ്റെയും ഈ ഒരു കവർ നമുക്കൊന്ന് അഴിച്ചു മാറ്റാം. ഞാനിവിടെ ഈ ഒരു സോസേജ് സ്റ്റീം ചെയ്തിട്ടാണ് കുക്ക് ചെയ്തിട്ടൊന്ന് എടുക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റീമറിൽ നമുക്ക് 2-3 തുള്ളി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ നമുക്ക് സോസേജസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടൊന്ന് എടുക്കാം. അതിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ കൂടുതൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ സോസേജ് ഒരുപാട് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ ഒന്ന് പോയിട്ട് ഫേമായി കിട്ടുന്നത് വരെ മാത്രം നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊരു സിപ്ലോക്ക് കവറിൽ അല്ലെങ്കിൽ എയർടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് നമുക്ക് 1 മാസം വരെ ഫ്രീസറിൽ വേണമെങ്കിലും അങ്ങനെ തന്നെ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ സോസേജസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സോസേജ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.